നമസ്കാരം. താലൂക്ക് ദുരന്ത നിവാരണ സേന അഥവാ TDRF ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സജീവ സാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് തയ്യാറുള്ളവർക്കും പൊതുജനങ്ങൾക്കും ആദ്യഘട്ട ഒന്നാം ഘട്ട പരിശീലനം വരുന്ന ഞായറാഴ്ച മാവൂർ പാറമ്മൽ പബ്ലിക് സ്കൂൾ ക്രസൻറ്റ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ആ ഒരു പരിപാടിയിലേക്ക് ഈ വാർത്ത കാണുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ അപകടങ്ങളെ, ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതിൻ്റെ പരിശീലനമാണ് നാളെ അവിടെ നടക്കാൻ പോകുന്നത്. ഹൃദയസ്തംഭനമുണ്ടായാൽ, ഒരാൾ കുഴഞ്ഞു വീണാൽ, തീപ്പൊള്ളലേറ്റാൽ, വെള്ളത്തിൽ പോയാൽ, പാമ്പ് കടിച്ചാൽ, നായ കടിച്ചാൽ തുടങ്ങി ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏത് സമയവും സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ളതിൻ്റെ ഒരു പരിശീലനമാണ് ഞായറാഴ്ച അവിടെ നൽകാൻ പോകുന്നത്. പ്രമുഖനായ BLS ട്രെയിനർ മുഹമ്മദ് മുണ്ടമ്പ്രയാണ് അതിൻ്റെ പരിശീലനം നൽകുന്നത്. TDRFിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ പരിപാടിയിൽ പങ്കെടുക്കും. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി മാവൂർ പോലീസ് ഇൻസ്പെക്ടർ, മറ്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കണം. നമുക്കൊരു അപകടം സംഭവിച്ചാൽ, ദുരന്തം സംഭവിച്ചാൽ അതിനെ നേരിടുന്ന ഒരു പ്രവൃത്തി നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തൊക്കെ 10ഉം 12ഉം വർഷം നമ്മൾ കോഴ്സുകൾ പൂർത്തിയാക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് ഞായറാഴ്ച ഞങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത്. അപകടം പറ്റിയ ഒരാളെ ഇന്നത്തെ കാലത്ത് ആരും റോട്ടിൽ കിടത്തി പോവില്ല. നമ്മുടെ നാട്ടിലൊക്കെ വലിയ മനുഷ്യ സ്നേഹമുള്ള ആളുകളാണ്. പക്ഷേ അതിലുള്ള അറിവിൻ്റെ അപാകത, ഈ ചെറിയ പരിക്ക് പറ്റിയവൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ഗുരുതര പരിക്ക് പറ്റിയവന് തുല്യമായി മാറുന്ന അറിവില്ലാത്ത രക്ഷാപ്രവർത്തനം പല അപകടങ്ങളും വരുത്തി വെക്കുന്നുണ്ട്. നിലവിൽ ചികിത്സ കൊണ്ട് മാറുന്നത് കിടപ്പിലായി ആളുകൾ കിടപ്പിലേക്ക് മാറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് അറിവില്ലാത്ത രക്ഷാപ്രവർത്തനമാണ്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങിയാൽ, അല്ലെങ്കിൽ തൊണ്ടയിൽ മറ്റ് എന്തെങ്കിലും വസ്തുക്കൾ കുരുങ്ങിയാൽ ആ ആളെ നമ്മളൊരു വാഹനം കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആൾ മരിച്ചിരിക്കും. എന്നാൽ ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ അവിടെ നടത്തേണ്ട രക്ഷാപ്രവർത്തനം അറിയാത്ത ആളുകൾ ഉണ്ടായിട്ട് ആ മനുഷ്യനെ പിന്നെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, വാർത്തകളിലൊക്കെ വന്നതാണ് ഒരു മാളിൽ ഡോക്ടറുടെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങിയിട്ട് ഡോക്ടർ മരിച്ച കഥ. അപ്പോൾ നമുക്കൊരു അപകടം സംഭവിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തണം. ഏതൊരു കവലകളിലും, ഏതൊരു വീടുകളിലും, ഏതൊരു നാട്ടിലും ഈ രക്ഷാപ്രവർത്തനം അറിയുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് TDRF ലക്ഷ്യം വെക്കുന്നത്. ആ നിലയിലേക്ക് ഇതിനൊരു വലിയ പബ്ലിസിറ്റി, വലിയൊരു പ്രചരണം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഉമർ അലി ശിഹാബ് ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്, ഇതിൻ്റെ ഫൗണ്ടറാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ കോർഡിനേറ്ററാണ് ശ്രീ അബ്ദുൽ അസീസ്. അതോടൊപ്പം നമ്മുടെ വനിതാ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ലിസിത, മാവൂർ ഏരിയ കോർഡിനേറ്റർ അബ്ദുൽ ഖാദർ, അതോടൊപ്പം തന്നെ നമ്മുടെ മൻസൂർ പെരുവയൽ മുൻ മെമ്പർ കൂടിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ, അതോടൊപ്പം തന്നെ നമ്മുടെ വളണ്ടിയർമാരായിട്ടുള്ള അബ്ദുൽ ബഷീർ, മുജീബ് അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രസ് മീറ്റിൽ വന്നിട്ടുണ്ട്. TDRFിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ പത്ര, ചാനൽ, മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ സഹായവും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നമ്മോട് അസീസ് സാറ് സംസാരിക്കും. പ്രിയമുള്ളവർ, ഏതാണ്ട് 2-3 വർഷം മുമ്പേ മലപ്പുറം ജില്ലയിലാണ് TDRF ആദ്യമായി രൂപീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കൊറോണ കാലത്തും അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപിച്ച ആ സമയത്ത് പോലും ഒട്ടനവധി ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളായിരുന്നു അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 3 മാസം മുമ്പേ കോഴിക്കോട് ജില്ലയിൽ സിവിൽ സ്റ്റേഷനിൽ ഈ മീറ്റിംഗ് വിളിക്കുകയും അതോടൊപ്പം തന്നെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ തഹസിൽദാരായിട്ടുള്ള റഫീഖ് സാറ്, അതോടൊപ്പം പോലീസ് ഓഫീസർ അഷ്റഫ് സാറ്, അങ്ങനെയുള്ള ആളുകൾ മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ ആ പരിപാടി ഭക്ഷണത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും വലിയൊരു വിജയമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ
നല്ലോണം പോലീസിൻ്റെ പരിധിയിൽ, പന്തീരങ്ക ജനമൈത്രി പോലീസിൻ്റെ പരിധിയിൽ, കൊടുവള്ളി ജനമൈത്രി പോലീസിൻ്റെ പരിധിയിൽ, അതോടൊപ്പം ഞങ്ങൾ പയ്യോളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വളരെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു പോന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ കൊടുവള്ളിയിലും പയ്യോളിയിലും നടന്ന സ്ഥലത്ത് ഞങ്ങളെ സമയത്ത് ഞങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഇപ്പോൾ ഈ മാവൂർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ വളരെയധികം അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്ത കൊണ്ടാണ് അതിൽ പങ്കെടുക്കാമെന്ന്. പക്ഷേ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുത്ത് പുറത്തു പോയപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ആകാംക്ഷയായി. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഒരു പരിക്ക് പറ്റി ഒരു ബൈക്കിൽ നിന്നും 2-3 ആളുകൾ തെറിച്ച് വീണാൽ അവരെ എങ്ങനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളത് പെട്ടെന്ന് ചിലപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിഞ്ഞോളുന്നില്ല. കാരണം അവർ വാരിയെടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കഴിഞ്ഞാൽ ആ പരിക്ക് പറ്റിയ ആളുകളെ മരണകാരൻ തന്നെ അതായിരിക്കാം. അതുപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാലും അതോടൊപ്പം തന്നെ തീപ്പൊള്ളലേറ്റാലും ഒരുപാട് പാമ്പ് കടി ഏറ്റാലും അങ്ങനെ ഒരുപാട് ദൈനംദിനം ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് ആളുകളെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ വരുന്ന സമയത്ത് നമ്മളൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മളെ 1-2 ആളുകൾ ഓടിയെത്താനുണ്ടായി. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രിൻ്റെ പോലീസിൽ അവരുടെ അറിയിപ്പ് പ്രകാരം ഞങ്ങൾ ഓരോ സ്ഥലത്ത് എത്തുകയും അവിടെ ചെന്ന് നമ്മളെ പ്രവൃത്തി നല്ല രീതിയിൽ യാതൊരു സാമ്പത്തിക ഇതും ഇല്ലാതെയാണ്. കാരണം ഇന്ന് ഞങ്ങൾ ഒരാളോട് പോലും ഒരു ഉറുപ്പ്യ വാങ്ങാതെയാണ് ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ തീർത്ത്. ഇപ്പം തന്നെ നാളത്തെ ഞങ്ങളെ മറ്റന്നാൾ നടക്കുന്ന ക്യാമ്പിലേക്ക് അവരോട് 100 ഉറുപ്പ്യ വാങ്ങിയിട്ടാണ് ക്യാമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതോടൊപ്പം ഞങ്ങൾ നമ്മുടെ ഖാദർ സാഹിബ് ഇട്ടമായിട്ടുള്ള ഞങ്ങൾ യൂണിഫോം അതും നമ്മൾ ഈ വരുന്ന ആളുകളോട് അതിൻ്റെ കാശ് വാങ്ങിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. തീർത്തും ഒരു കുട്ടിയോട് 5 പൈസ വാങ്ങാതെ നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇതിനോടൊപ്പം ഞങ്ങൾ ആരോടും പൈസ പിരിക്കാതെയാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് എന്താ വെച്ചാൽ മെയിനായിട്ട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ മാധ്യമ സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് എന്തായാലും വേണം. സപ്പോർട്ട് വേണം. കാരണം നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പേ ഇവിടെ ഒരു വയലിൽ തീപിടുത്തമുണ്ടായ സമയത്ത് അവിടെ ഫയർഫോഴ്സിൻ്റെ കൂടെ നമ്മളെ പ്രവർത്തകർ കൂടി എത്തി. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കണ്ടില്ല നിങ്ങൾ അവിടെ ഒരു 10-15ഓളം പാമ്പുകളും ആമ തവള ഇങ്ങനെ പോലുള്ള സാധനങ്ങളൊക്കെ ചത്ത് വളരെ തീപ്പളലേറ്റ് ഇത് ആയ സമയത്ത് പോലും വേണ്ടത്ര അതായത് അത് പബ്ലിസിറ്റി ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. എന്നാലും അങ്ങനെയല്ല ഉണ്ടെങ്കിലും വളരെ പ്രയാസം. അപ്പോൾ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഞങ്ങൾക്കല്ല. നിങ്ങൾ തരുന്ന ഇപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊരു ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ ഒരു കടന്നക്കൂടി അല്ലെങ്കിൽ പാമ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞ് ആ സെക്കൻഡോട് ഞങ്ങളെ വളണ്ടിയർമാർ എത്തിപ്പെട്ട് അതിന് വേണ്ട എല്ലാതും ചെയ്യും. അതോടൊപ്പം ജനമൈത്രി പോലീസാണ് ഞങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അറിയിക്കുന്നത്. അവിടെയും ഞങ്ങൾ ഓടിയെത്തി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സേവന പ്രവർത്തനവും ചെയ്യും. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം മാവൂരിൽ TDRF എന്നൊരു സംഘടനയുടെ ഒരു യൂണിറ്റ് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്നതിനാലാണ് അതിൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇങ്ങനെയൊരു യൂണിറ്റും അതിൻ്റെ പ്രാരംഭ 1ാം ഘട്ട ക്ലാസ്സും സംഘടിപ്പിക്കുന്നത്. കാരണം ഇന്നൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പല സേവന പ്രവർത്തനങ്ങളും ഈ TDRFൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അസീസ് സാർ പറഞ്ഞ അതിന് തന്നെ ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ അത് അറിയപ്പെടുമ്പോൾ ഏതെങ്കിലും മീഡിയ വഴി അറിയുമ്പോൾ അവിടേക്ക് ഓടിച്ചെന്ന് പലവിധ രീതിയിലുള്ള സേവനങ്ങളും നടത്തി അവിടുത്തെ സന്നദ്ധരായിട്ടുള്ള നമ്മുടെ TDRF വളണ്ടിയർമാർ എത്തിപ്പെടുന്നത് നമ്മൾ അറിയുകയാണ്. അപ്പോൾ അത്തരം ഒരു സന്നദ്ധ സേനാവിൻ്റെ ആവശ്യകത മാവൂരിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ മാവൂരിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാമെന്ന്. നമ്മുടെ മാവൂർ മേഖലയിൽ ഒരു അത്യാവശ്യം സംഭവിക്കുമ്പോൾ അതിൽ കാര്യക്ഷമമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തനം നടത്താൻ ഒരു അറിവില്ലായ്മ കൊണ്ട് നടത്താൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഖേദം വരാൻ അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ക്യാമ്പ് ഇത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി മാവൂരിലെ എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന ഈ പരിപാടിയിൽ 9 മണി വെച്ച് 4 മണി വരെയാണ് അതിൻ്റെ ക്യാമ്പ്. അതിൽ നല്ല രീതിയിലുള്ളൊരു ഞങ്ങളൊക്കെ പങ്കെടുത്ത് ഞങ്ങൾക്കൊക്കെ കിട്ടിയ അറിവ് പോയിട്ട് വീണ്ടും ഈ ജീവരക്ഷാ പ്രവർത്തനത്തിൻ്റെ അറിവുകൾ നേടിയാൽ മാത്രമേ നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ മുന്നിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സന്നദ്ധ വരാത്തത് കൊണ്ടോ നമുക്കത് ഏതിക്കേണ്ട ഒരു അവസരം വരാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ കാലത്ത് തന്നെ ഈ അടുത്ത കാലത്ത് ഇവിടെ നോമ്പിൻ്റെ സമയത്ത് ഒരു പ്രായപ്പെട്ട ഒരു ആള് ബസ് തട്ടിയിട്ട് ഒരു 3/4 മണിക്കൂറിലധികം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥ വന്നിട്ട് അയാളുടെ മരണത്തിൻ്റെ പ്രത്യേക ഒരു കാരണം അതാണ്. കുറേ സമയം ഡിലേ വന്നിട്ടാണ് അയാളെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇത്തരം സേവന സജ്ജരായിട്ടുള്ള ക്യാമ്പുകളോ അല്ലെങ്കിൽ അറിവുകളോ കിട്ടിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടാവില്ലായിരുന്നു.
അപ്പോൾ അത് നേടിയെടുക്കാൻ ഈ ക്യാമ്പ് കൊണ്ട് കഴിയണം എന്ന ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതിൽ പരമാവധി മാവൂരിൻ്റെ അടുത്തുള്ള എല്ലാ വ്യക്തികളും ഇപ്പോൾ 500 ജില്ലയോളം ആളുകൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അവർ എത്തിപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ സേവന സജ്ജരായിട്ടുള്ള ജീവരക്ഷാ പ്രവർത്തനത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളിലുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ട് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പങ്കെടുക്കാൻ കഴിയുന്ന 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമുള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഒരു റെസ്ക്യൂ പരിശീലനം കിട്ടി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ആരോഗ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇപ്പോൾ നിലവിൽ തന്നെ നമ്മൾ കുടിവെള്ള വിതരണം, മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വളണ്ടിയർമാരെടുത്തു നിന്ന് അതിൻ്റെ ഒരു 100 രൂപ അതിൻ്റെ ചിലവിലേക്ക് നമ്മൾ വാങ്ങിക്കാറാണ് പതിവ്. നമ്മളൊരു പുറത്തുനിന്നൊരു ഫണ്ട് കളക്ഷനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു സഹായം എന്നുള്ള നിലയിലോ മറ്റൊന്നും നമുക്ക് ലഭിക്കാറില്ല. സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളൊരു ഫണ്ട് കളക്ഷനിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ സേന വിപുലമാവുന്നതോടുകൂടി നമുക്ക് ഓഫീസ്, അതേമാതിരി ഉപകരണങ്ങൾ, വാഹനം, ഡിങ്കി ബോട്ട് അടക്കമുള്ള സൗകര്യങ്ങളിലേക്ക് നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ ഒരു ദുരന്തം വരുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് അവനാൻ്റെ ബൈക്കുമലും മറ്റോ കൂടി വരികയാണ്. ആ സമയത്ത് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് ഉപകരണങ്ങളോ മറ്റൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നാളെ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നമുക്കൊരു വാഹനം, ഓഫീസ് എക്യുപ്മെൻസുകൾ, മറ്റുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ നീങ്ങണം. ആ ഒരു സമയത്ത് സുമനസ്സുകളുമായി കണ്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. മലപ്പുറം ജില്ലയിൽ വിവിധ പഞ്ചായത്ത് കേന്ദ്രമായിട്ടൊക്കെ നമുക്ക് കുറേ ഉപകരണങ്ങളും മറ്റുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്രളയം ഇപ്പോൾ നമ്മൾ സത്യത്തിൽ ഈ TDRFൻ്റെ ഒരു രൂപീകരണം എന്ന് പറയുന്നത് ചാലിയാറിലെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും ക്യാമ്പ് ഒരുക്കലിനും ഒക്കെ വരുന്ന സമയത്ത് ഞാനതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് സത്യത്തിൽ തഹസിൽദാറാണ്. അവിടെ മന്ത്രി വന്നാലും MLA വന്നാലും അല്ലെങ്കിൽ വേറെ ഉദ്യോഗസ്ഥരൊക്കെ വന്നാലും ഇതിൻ്റെ ഇൻസിഡൻറ്റ് കമാൻഡർ എന്ന് പറയുന്നത് തഹസിൽദാറാണ്. അപ്പോൾ അദ്ദേഹവുമായി സഹകരിച്ചു കൊണ്ടുള്ള ഒരു സേന രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ കൊണ്ടോട്ടിയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം. ഞങ്ങൾ ആ ആശയം അദ്ദേഹത്തോട് പങ്കുവെച്ചപ്പോൾ അവരതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു. അങ്ങനെ കൊണ്ടോട്ടി താലൂക്കിൽ നിന്ന് ഇത് രൂപീകരിച്ചു. 1 വർഷം ഇതിനെ നിരീക്ഷിച്ച അന്നത്തെ ജില്ലാ കളക്ടർ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് കൊണ്ടോട്ടി താലൂക്കിൽ മാത്രം പോരാ, എല്ലാ താലൂക്കിലേക്കും ഇത് വ്യാപിപ്പിക്കണമെന്നുള്ളത്. ഞങ്ങളുടെ ആ ഒരു സേവന പ്രവർത്തനം നിരീക്ഷിച്ച അദ്ദേഹം പറയുകയാണ്. അങ്ങനെയാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അന്ന് രൂപീകരിച്ച തഹസിൽദാറാണ് ഇന്ന് കോഴിക്കോട് ADM ആയി റഫീഖ് സാറായിട്ട് ചാർജ് എടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു സേവനം ശരിക്കും അനുഭവിച്ചു അറിഞ്ഞ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെയും നമുക്ക് അത്തരം സഹായങ്ങൾക്കും മറ്റൊക്കെ ഒരു സേനയുടെ ആവശ്യം അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ ഞങ്ങൾ ആ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് 1ാം ഘട്ട പരിശീലനമാണ് ഞായറാഴ്ച കൊടുക്കുന്നത്. 2ാം ഘട്ടം ഫയർഫോഴ്സ് പരിശീലനം ഉണ്ടാവും. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശീലനം ഉണ്ടാവും. നമുക്ക് അനിമൽ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടീമുണ്ട്. അഥവാ നായ്കൾ, തെരുവ് നായ കടിക്കുന്ന സമയത്ത് ഇളകിയ നായ്കളെ പിടിക്കുക, കിണറിൽ വീണ നായ്ക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ എടുക്കുക, പാമ്പിനെ പിടിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അനിമൽ റെസ്ക്യൂ ടീം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വേറെ തന്നെ ഉണ്ട്. അങ്ങനെ വിവിധ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ടീം ഇപ്പോൾ നമ്മൾ ഈ രൂപീകരിച്ചതിന് ശേഷം തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 19ഓളം ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞു. വനിതകൾക്കായിട്ടൊരു വനിതാ ടീം, വനിതാ റെസ്ക്യൂ പ്രവർത്തകരായിട്ട് അവർക്ക് അങ്ങനെ സെപ്പറേറ്റ് ഒരു ഇതുണ്ട്. അതിൻ്റെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററാണ്. ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് കൊടുക്കുക, അഥവാ BLS ട്രെയിനിങ്. അഥവാ നമ്മളിപ്പോൾ നേരത്തെ ഹൃദയം നിന്നാൽ എന്ത് ചെയ്യണം, പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം, ബ്ലഡ് വന്നാൽ അല്ലെങ്കിൽ അവയവം അറ്റുപോയാൽ അല്ലെങ്കിൽ തലകറങ്ങി വീണാൽ ഇതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. ഓരോന്നും ഘട്ടഘട്ടമായിട്ടാണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആദ്യഘട്ട ട്രെയിനിങ് നടക്കുന്നത്, അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ട്, അതിനുശേഷം ആനിമൽ റെസ്ക്യൂ, ഇങ്ങനെ ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. ഇത്ര സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത്, ഓരോരുത്തരും ഓരോ ജോലിക്കും അല്ലെങ്കിൽ സമ്പാദ്യത്തിനും ഓടുന്ന സമയം ഇതിൻ്റെ വളണ്ടിയർമാർ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓടുന്നത്. അഥവാ ഈ ഇത്തരം ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ഇത്തരം ഒരു അവസരം മുന്നിൽ പെടുക. ആ സമയത്ത് എനിക്കത് അറിയില്ല, കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അയാൾ മരണപ്പെടും. അപ്പോൾ ഇത് സ്വാഭാവികമായി എല്ലാ ആളുകളെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ. Re
Golden Diamonds, മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.